ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ വിപണിയിൽ പുത്തൻ കോളിളക്കങ്ങളും വിപ്ലവങ്ങളും സൃഷ്ടിക്കാനായി തയ്യാറെടുപ്പിലാണ് ടാറ്റ. ഐതിഹാസിക മോഡലായ സിയറയുടെ തിരിച്ചുവരവോടെ വിപണിയിൽ കൂടുതൽ നേട്ടം കൈവരിക്കാമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കൾ. രാജ്യത്തുടനീളം മാസങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം 2025 നവംബർ 25 സിയറ ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം കുറിക്കും. ഈ വർഷം ആദ്യം ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പ്രൊഡക്ഷൻ സ്പൈക്ക് പതിപ്പ് ടാറ്റ പ്രദർശിപ്പിച്ചിരുന്നെങ്കിലും വാഹനത്തിന്റെ ഇന്റീരിയർ രഹസ്യമാക്കി വെച്ചിരുന്നു. എന്നാൽ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ലീക്കായ ചിത്രങ്ങളിൽ നിന്ന് മഹീന്ദ്ര XEV9eയുടേതിന് സമാനമായി ടാറ്റയുടെ ആദ്യത്തെ 3 സ്ക്രീൻ ഡാഷ്ബോർഡ് ലേഔട്ട് സിയറയിൽ ഉണ്ടാവുമെന്ന് സ്ഥിരീകരിക്കാനായി. കൂടാതെ ഇലൂമിനേറ്റഡ് ലോഗോ വരുന്ന പുതിയ സ്റ്റിയറിംഗ് വീൽ, AC കൺട്രോളുകൾക്കുള്ള ടച്ച് പാനൽ, പനോരമിക് ഗ്ലാസ് റൂഫ്, 360 ഡിഗ്രി ക്യാമറ, പവേർഡ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, ADAS സേഫ്റ്റി സ്യൂട്ട് എന്നിവയ്ക്കൊപ്പം ഫീച്ചർ ലോഡഡായ ഒരു ക്യാബിൻ എക്സ്പീരിയൻസ് SUV വാഗ്ദാനം ചെയ്യും. തുടക്കത്തിൽ സിയറയുടെ EV പതിപ്പ് പുറത്തിറക്കാനാണ് ടാറ്റ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് സിയറയുടെ ICE വേരിയന്റാണ് കമ്പനി ആദ്യം പുറത്തിറക്കുക. ഡീസൽ പവർ ട്രെയിനുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന സഫാരി, ഹാരിയർ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ടാറ്റ സിയറ പെട്രോൾ, ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KTM കമ്പനിയുടെ ഏറ്റവും ജനപ്രിയ ADV ബൈക്കുകളായ KTM 319 അഡ്വഞ്ചറിൻ്റെയും 390 അഡ്വഞ്ചർ Xൻ്റെ വില വർദ്ധിപ്പിച്ചു. 20,000 മുതൽ 27,000 രൂപ വരെയാണ് കൂട്ടിയത്. GST 2.0 മൂലമാണ് വില വർധനവ്. GST 2.0 നടപ്പാക്കിയതിനു ശേഷമുള്ള കുറച്ചു മാസത്തേക്ക് KTMന്റെയും ട്രയംഫിന്റെയും വലിയ ബൈക്കുള്ള നികുതി ഭാരം ബജാജ് ഓട്ടോ ഏറ്റെടുത്തിരുന്നു. ഇത് KTM വില സ്ഥിരമായി നിലനിർത്തിയിരുന്നു. ഇതോടെ കഴിഞ്ഞ മാസം കമ്പനി റെക്കോർഡ് വിൽപ്പന നേടി. എങ്കിലും ഈ കാലയളവ് ഇപ്പോൾ അവസാനിച്ചു. പുതിയ നികുതി നിരക്കിന്റെ ഭാരം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ കമ്പനി തീരുമാനിച്ചതോടെയാണ് KTM വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായത്. പുതിയ GST കാരണം കഴിഞ്ഞ 2 മാസത്തിനിടെ ഹിമാലയൻ 450നും KTM 390 അഡ്വഞ്ചറിനുമിടയിലുള്ള വില വ്യത്യാസം ഗണ്യമായി കുറഞ്ഞിരുന്നു. ഇപ്പോൾ 2 ബൈക്കുകൾ തമ്മിലുള്ള വ്യത്യാസം വീണ്ടും വർദ്ധിച്ചു. ഇന്ത്യ പോലുള്ള വില സെൻസിറ്റീവ് വിപണിയിൽ 20,000 രൂപ മുതൽ 27,000 രൂപ വരെയുള്ള വില വർധനവ് ഉപഭോക്താക്കളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ ഇത് KTMന് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ ഇരുചക്രവാഹന നിർമ്മാതാക്കളായ യമഹ പുതിയ ബൈക്ക് വിപണിയിൽ ഇറക്കി. യമഹ XXR 155 എന്ന പേരുള്ള ബൈക്കിന് 1,49,990 രൂപയാണ് പ്രാരംഭ വില. യമഹയുടെ ആധുനിക റെട്രോ കുടുംബത്തിലെ ഏറ്റവും ഒതുക്കമുള്ള മോഡലാണിത്. വൃത്താകൃതിയിലുള്ള LED ഹെഡ്ലാമ്പ്, ടിയർ ഡ്രോപ്പ് ടാങ്ക്, ലളിതമായ LCD കൺസോൾ എന്നിവയാണ് ബൈക്കിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ദൈനംദിന ഉപയോഗത്തിന് ചേരുന്ന ഈ മോഡൽ സ്റ്റൈലും ഹാർഡ്വെയറും ബാലൻസ് ചെയ്താണ് വിപണിയിൽ അവതരിപ്പിച്ചത്. വേരിയബിൾ വാൾവ് ആക്ച്വേഷനോടുകൂടിയ 155cc ലിക്വിഡ് കൂൾ 4 വാൾവ് സിംഗിൾ എഞ്ചിനാണ് വാഹനത്തിന്റെ കരുത്ത്. അസിസ്റ്റന്റ് സ്ലിപ്പർ ക്ലച്ചുള്ള 6 സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ എഞ്ചിൻ 18.1 bhpയും 14.2 Nm പുറപ്പെടുവിക്കുന്നു. സിറ്റി ഡ്രൈവിംഗിന് യോജിച്ച തരത്തിലാണ് വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABSഉം ട്രാക്ഷൻ നിയന്ത്രണവും ബൈക്കിനുണ്ട്. തലകീഴായ ഫ്രണ്ട് ഫോർക്കുകളും ലിങ്ക്ഡ് ടൈപ്പ് മോണോഷോക്കുകളുമാണ് മറ്റു പ്രത്യേകതകൾ. 17 ഇഞ്ച് വീൽ ബേസോടെ അവതരിപ്പിച്ച ഈ മോഡൽ മെറ്റാലിക് ഗ്രേ, വിവിഡ് റെഡ്, ഗ്രേയിഷ് ഗ്രീൻ, മെറ്റാലിക് ബ്ലൂ എന്നിങ്ങനെ 4 പെയിന്റ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു. വലിയ വലിപ്പവും ഭാരവുമില്ലാതെ റെട്രോ അപ്പീൽ ആഗ്രഹിക്കുന്ന റൈഡർമാർക്ക് ചേർന്ന മോഡലാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.